ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ക്രോഷേ ടൂലിപ്പ് ലിപ്സ്റ്റിക് ഹോൾഡർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഇതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു റെഡ് കളറിയാണ്, പിന്നെ ഒരു ഗ്രീൻ കളറിയാണ്. അപ്പോൾ റെഡ് കളറാണ് നമ്മൾ ടുലിപ്പ്, ഗ്രീൻ കളറാണ് നമ്മൾ സ്റ്റെം, പിന്നെ ഒരു ഡാർണിങ് നീഡിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വേണം, പിന്നെ നമുക്ക് സിസേഴ്സ് വേണം, പിന്നെ ഒരു ഹുക്ക്. അപ്പോൾ നിങ്ങളുടെ യാണിന് മാച്ച് ആയിട്ടുള്ള ഹുക്ക് സൈസ് എടുക്കുക. ഞാനിപ്പോൾ 2.5 mm ആണ് എടുത്തിട്ടുള്ളത്. അതെൻ്റെ ഈ രണ്ട് യാൺസിനും മാച്ചായ ഒരു ഹുക്ക് സൈസാണ്. നിങ്ങൾക്ക് ഇതൊരു കീ ചെയിൻ ആക്കണമെങ്കിൽ ഒരു കീ ചെയിൻ റിങ്ങും കൂടി എടുക്കുക. ഇത് വേണം നിർബന്ധമല്ല, ഓപ്ഷണലാണ്. ഇപ്പം ഞാൻ കീ ചെയിൻ ആക്കണതുകൊണ്ട് ഞാൻ ഈ കീ ചെയിൻ റിങ്ങും കൂടി എടുക്കുന്നുണ്ട്. കുറച്ച് തുണി കഷ്ണം കൂടി വേണം. അപ്പോൾ ഇത്ര മതി. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവറാണ് ടുലിപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാജിക് റിങ് ചെയ്യാം. അപ്പോൾ മാജിക് റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അറ്റഭാഗം വേണം ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് ജസ്റ്റ് ഒരു എക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കാം. അപ്പോൾ ഈ സൈഡിൽ പാരലായിട്ട് ഇത് നമ്മൾ ഹുക്ക് ഇടാം. അപ്പോൾ ഇതിൽ ഹുക്ക് ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് തിരിക്കാം. നമ്മളിത് ജസ്റ്റ് ഒരു ചെയിൻ വണ്ണാക്കാം. ഞാനൊരു സെപ്പറേറ്റ് ഷോട്ട് ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തമായിട്ട് ഈ മാജിക് റിങ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 8 മാജിക് റിങ് ആണ്, 8 സിംഗിൾ സ്റ്റിച്ചാണ്. അപ്പോൾ അത് നമ്മൾ ഹുക്ക് ഈ സർക്കിളിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് ഇനി നമ്മൾ യാൺ ഓവറാക്കി 2 ലൂപ്പിൽ കൂടെ എടുത്തു. ഇതാണൊരു സിംഗിൾ സ്റ്റിച്ച്. അപ്പോൾ ബേസിക് സ്റ്റിച്ചസ് അറിയുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആണ് നമ്മൾ 8 സിംഗിൾ സ്റ്റിച്ച് ഒന്ന് ചെയ്യുക. ഇപ്പോൾ 2 ചെയ്തു. 8 ചെയ്തിട്ട് നമുക്ക് കാണാം. 8 സിംഗിൾ ക്രോഷേ ചെയ്ത് ജസ്റ്റ് 8 ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 8 ഉണ്ടോയെന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പം അതിന് ഈ ഒരു സ്ട്രിങ് പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് വന്നോളും. അങ്ങനെ വലിക്കാം. എന്നിട്ട് നമുക്ക് റൗണ്ട് 2 കിടക്കാം. റൗണ്ട് 2 എന്ന് പറഞ്ഞാൽ ഈ ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ ചെയ്യുന്നതാണ് നമ്മുടെ റൗണ്ട് 2. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് 2 ലൂപ്പാക്കി നമ്മളെ സിംഗിൾ സ്റ്റിച്ച് ചെയ്തു. ഇത് നമ്മളുടെ റൗണ്ട് 2 ഫസ്റ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് മാർക്ക് എടുത്തു വെച്ചത്. ഇനിയിപ്പോൾ സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൊണ്ടും മാർക്ക് ചെയ്യാം. ബട്ട് ഇപ്പോൾ എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ സ്റ്റിച്ച് മാർക്കർ ഉപയോഗിക്കണം. ഇനി അതേ സെയിം സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഇൻക്രീസ് റൗണ്ടാണ്. അപ്പോൾ ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ ചെയ്യാം. അടുത്ത സ്റ്റിച്ച് എടുക്കാം. രണ്ടാമത്തെ ഞാൻ ചെയ്തത് അങ്ങനെ നമുക്ക് ഈ എൻഡ് വരെ ചെയ്തിട്ട് ലാസ്റ്റ് കാണാം. ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ. റൗണ്ട് 2 കഴിയുമ്പോൾ നമുക്ക് 16 സിംഗിൾ ക്രോഷേ ഉണ്ടായിരിക്കണം. അത് ഈ ഒരു സ്റ്റിച്ച് മാർക്കുള്ള സ്റ്റിച്ച് കൂട്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എണ്ണി നോക്കുന്നുണ്ടോയെന്ന്. ഞാനിപ്പോൾ ഓൾറെഡി എണ്ണി. അപ്പോൾ ഇതും അടക്കം എനിക്ക് 16 സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ സെൻറ്ററിൽ ഈ ഹോള് കണ്ട ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിന് നിങ്ങൾ ഈ വള്ളി ജസ്റ്റ് പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ ഇത് ക്ലോസ് ആയി വരും.
അപ്പം അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് റൗണ്ട് 3 കടക്കാം. എനിക്ക് പറ്റണ പോലെ ഈ ഹോൾ അടച്ചിട്ടുണ്ട്. നിങ്ങൾ വേറെ ആരുടെയും ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പം കുഴപ്പമില്ല, ഈ വള്ളി വഴി വിട്ടാൽ മതി. അപ്പം നമുക്ക് ലാസ്റ്റ് ആയാലും ആ ഹോൾ അടക്കാൻ പറ്റും. ഇനി നമുക്ക് റൗണ്ട് 3 കിടക്കാം. അപ്പം നമ്മൾ ആദ്യം സ്റ്റിച്ച് മാർക്കർ ഊരുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ആ സ്റ്റിച്ച് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്യുക. കാരണം നമുക്ക് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, എൻഡ് ആവുന്നത് എവിടെയാണ് നമ്മളെപ്പോഴും മാർക്ക് ചെയ്യണം. അത് വിട്ടു പോകാണ്ടിരിക്കാനാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഇൻക്രീസ് ചെയ്യുക. ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്, അങ്ങനെയാണ് പോണത്. അപ്പോൾ ഞാൻ ഇൻക്രീസാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഒരു സിംഗിൾ ക്രോഷ്യ ആവും വരാം. ഒരു സിംഗിൾ ക്രോഷ്യ, ഇനി ഒരു ഇൻക്രീസ്. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക്, സോറി ഗൈസ്, കുറച്ച് ഔട്ട് ഓഫ് ഫ്രെയിം ആയിപ്പോയി. ഇൻക്രീസാണ് ഇപ്പോൾ ചെയ്യണത്. ഇനി നമുക്ക് ലാസ്റ്റ് കാണാം. നമ്മൾ റൗണ്ട് 3 കഴിഞ്ഞു. അപ്പോൾ റൗണ്ട് 3 നമ്മൾക്ക് 24 സ്റ്റിച്ച് ഉണ്ടാവും. 24 എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ എണ്ണ. അപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് ഇനി നമ്മൾ റൗണ്ട് 4 കിടക്കുകയാണ്. അപ്പോൾ റൗണ്ട് 4 കിടക്കാൻ നമുക്ക് സ്റ്റിച്ച് മാർക്കർ ഊരാം. എന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. എന്നിട്ട് ആ സ്റ്റിച്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഒരു ഇൻക്രീസ് ചെയ്യാം. അപ്പം ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ സ്റ്റിച്ച്, ഒരു ഇൻക്രീസ്, പിന്നെയും സിംഗിൾ സ്റ്റിച്ച്, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം ഈ ഒരു പാറ്റേണിൽ നിങ്ങളും എൻ്റെ വരെ കണ്ടിന്യൂ ഒക്കെ. ഇപ്പം നമ്മളൊരു ഇൻക്രീസ് ചെയ്യണം. പിന്നെ അടുത്തത് സിംഗിൾ സ്റ്റിച്ച്. അപ്പോൾ മനസ്സിലായില്ല, ഒരു സിംഗിൾ സ്റ്റിച്ച്, ഒരു ഇൻക്രീസ്, ഒരു സിംഗിൾ സ്റ്റിച്ച്, അങ്ങനെ നമ്മൾ പോവാം. അപ്പോൾ നമുക്ക് 32 സ്റ്റിച്ച് ഉണ്ടാവണം. അപ്പോൾ ജസ്റ്റ് എണ്ണി നോക്കാം 32 എണ്ണം ഇല്ലേന്ന്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു സിംഗിൾ സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഒരു ഇൻക്രീസ്, പിന്നെ ഒരു സിംഗിൾ സ്റ്റിച്ച്, അത് കഴിഞ്ഞാൽ പിന്നെ ഇൻക്രീസ് അല്ല വരേണ്ടത്, വീണ്ടും ഒരു സിംഗിൾ സ്റ്റിച്ച്, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് പോവേണ്ടത്. മനസ്സിലായോ? അത് ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അടുത്ത റൗണ്ടിലോട്ട് കിടക്കാം. നമ്മൾ റൗണ്ട് 5 കിടക്കുന്നത്. അപ്പോൾ റൗണ്ട് 5 തൊട്ട് റൗണ്ട് 15 വരെ ഈ 32 സിംഗിൾ ക്രോഷ്യ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിംഗിൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ 15 റൗണ്ട് വരെ പോവാം. അപ്പോൾ അതത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇൻക്രീസ് പോലും ഇല്ലാണ്ട് നോർമലായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് റൗണ്ട് 5 ആട്ടോ. നമ്മൾ ജസ്റ്റ് നോർമലായിട്ട് ഒരു സിംഗിൾ സ്റ്റിച്ച് ചെയ്തു. ഞാൻ അടുത്തതിൽ ചെയ്യാം. അങ്ങനെ നമ്മൾ എല്ലാ റൗണ്ടിൻ്റെ എൻഡിലും 32 സ്റ്റിച്ചിലേന്ന് ഉറപ്പ് വരുത്താം. ഈ 32 സ്റ്റിച്ച് നമ്മൾ 15ാമത്തെ റൗണ്ട് വരെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു റൗണ്ട് കഴിയുമ്പോഴും ഒന്ന് എണ്ണി നോക്കുന്നത് നല്ലതാണ്. കാരണം സ്റ്റിച്ച് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. റൗണ്ട് 15 വരെ
അപ്പോൾ നമുക്ക് ലാസ്റ്റ് എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി, നിങ്ങളിതിങ്ങനെ മറിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇത് മറിച്ചിട്ട് നിങ്ങളിനി ബാക്കി ക്രോഷ് ചെയ്യുക. കാരണം കൂടുതൽ ക്രോഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും ക്രോഷ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മറിക്കുക. പിന്നെ ഈ ഹോള് അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് 15 റൗണ്ടായിട്ട് കാണാം. നമ്മൾ 15 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ കണ്ട ഉൾഭാഗത്ത് ആ സ്റ്റിച്ചൊന്ന് ഞാൻ അങ്ങനെ വിട്ടേക്കണം. അപ്പം ഇതിങ്ങനെ ഉണ്ടാവുക. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്ക് ഊരിയിട്ട് അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് മാർക്ക് ഊരിയാണ്. ജസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് യാൺ കട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചൊരു ലോങ് ടൈൽ വീവിൻ ചെയ്യണ ഒരു രീതിയിൽ വിടുക, കുറച്ചൊരു ലോങ്ങിലായിട്ട് വിടുക. അതാകുമ്പോൾ നമുക്ക് സ്യൂ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഡാർണിങ് നീഡിൽ വെച്ചിട്ട് വീവിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഹുക്ക് വെച്ചിട്ടാണെങ്കിലും ഒരു ഇത്ര പോലെ വിടുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഒരു ചെറിയൊരു ട്രിക്ക് ചെയ്യാം. ഞാൻ ഇതിങ്ങനെ പെട്ടെന്ന് അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഇതിലോട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കടത്തും. ഇങ്ങനെ കടത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയും കൂടി ഒന്ന് കടത്തും. അപ്പം അതൊന്ന് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ടൈറ്റിൽ വലിച്ചു കൊടുക്കാം. അപ്പം അത് അവിടെ സെക്യൂറായി. നമ്മുടെ ടുലിപ്പ് തന്നെ അവിടെ റെഡിയായി, കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിലിനി നമുക്ക് സ്റ്റഫ് ചെയ്തിട്ട് ഈ ടോപ്പ് ലെയർ സ്യൂ ചെയ്യാനുണ്ട്. ടുലിപ്പിന് കട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം ലോങ് ടൈൽ കട്ട് ചെയ്യാം. ഇത് പോരാ, ഞാൻ തെറ്റിയിട്ട് ഞാൻ മറന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിനെക്കാട്ടി ലോങ്ങിൽ കട്ട് ചെയ്യുക, അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പമുണ്ടാവുക. ഞാൻ തെറ്റി കട്ട് ചെയ്തതാണ്, ബട്ട് ഇതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ടുലിപ്പ് സ്റ്റഫ് ചെയ്യാം. അപ്പോൾ ടുലിപ്പിനെ അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഓവറായിട്ട് നടക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഫ്ലഫ് നടക്കണ പോലെ നടക്കുക. ഓവറായിട്ട് നടക്കാണ്ട് ഒരു ഇത്ര ഭാഗം മാത്രം നടക്കുക. ജസ്റ്റ് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒന്ന് നിങ്ങൾക്ക് പെർഫെക്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ നടക്കുക. ബട്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് അങ്ങനെ ആക്കരുത്, ആവശ്യത്തിന് അടച്ചു കൊടുക്കുക. നമ്മൾ ഡാർണിങ് നീഡിൽ കണക്ട് ചെയ്തു. ഇനി ഇവിടുന്ന് 16ാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് ഈ ഡാർണിങ് നീഡിൽ ഇടണം. അപ്പം നമുക്ക് എണ്ണാം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഹുക്ക് ഇട്ടിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു വരാം. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യുക. അപ്പം ഇത് ക്ലോസ് ആവണം. അപ്പം അതാണ് ഇതിൻ്റെ ഒരു, ഇങ്ങനെ ക്ലോസ് ആക്കുക. ഇനി ഒരു പ്രാവശ്യം കൂടിയും ഇതേ സെയിം രീതിയിൽ തന്നെ ചെയ്യുക. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയും കൂടിയും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് 8 എണ്ണ. അപ്പോൾ 1 2 3 4 5 6 7 8. അപ്പോൾ 8 എന്ന് പറഞ്ഞ ഈ സ്റ്റിച്ചിലോട്ട് നമ്മളെ 8 എന്ന് പറഞ്ഞ ഈ സ്റ്റിച്ചിലോട്ട് നമ്മളെ നീഡിലിടുക. എന്നിട്ട് ഇതിൽ കൂടെ ഇടുക. എന്നിട്ട് നമ്മൾ ഇവിടെ എവിടെയാണ് 8ാമത്തെ സ്റ്റിച്ച് വരെ നോക്കാം. സോ 1 2 3 4 5 6 7 8. അപ്പോൾ അതിലോട്ട് നമ്മൾ നീഡിലിടുക.
കളറിൻ്റെ. അപ്പോൾ നമ്മൾ ടുലിപ്പ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം കൂടി ഈ സെയിം ഇതിൽ കൂടെ തന്നെ ഇടുന്നുണ്ട്, ഒന്ന് നന്നായിട്ട് സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ എൻഡ് ഒന്ന് ഹൈഡാക്കി കൊടുക്കാം. ഷേപ്പൊക്കെ ഒന്നും അങ്ങനെ ആവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചൊന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. അപ്പം ഇനി നിങ്ങൾക്ക് പോളിഫിൽ ഉണ്ടെങ്കിൽ അത് നടക്കാം കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ എൻഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ എൻഡിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഹൈഡായിട്ട് പോയി. അപ്പോൾ ഞാൻ ഇത്ര ഭാഗം കൊണ്ട് ചെയ്ത് നിങ്ങൾ ബിഗിനർ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഭാഗം കൊണ്ട് പറ്റിയെന്നുമല്ല, അതുകൊണ്ട് ലോങ് ടെയിൽ തന്നെ വിടുക. ബാക്കി ഭാഗം കൂടി ഉണ്ടാക്കാം. ഗ്രീൻ കളർ ഞാൻ എടുത്തിട്ട് മാജിക് റിങ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് മാജിക് റിങ് എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കാം, എക്സ് ഉണ്ടാക്കാം, ഇങ്ങനെ ചെയ്യാം, എന്നിട്ട് ഹുക്കിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ മാജിക് റിങ്. റൗണ്ട് 3 വരെ സെയിം പാറ്റേൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിലത്തെ സ്റ്റെമ്മിനും ടുലിപ്പിനും സെയിം പാറ്റേൺ തന്നെയാണ് റൗണ്ട് 3 വരെ. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തേന്ന് പറഞ്ഞാൽ 8 സിംഗിൾ ക്രോഷ്യാണ്. അപ്പോൾ 1 2 3, എന്നിട്ട് നമുക്ക് റൗണ്ട് 1 കംപ്ലീറ്റ് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് ഇൻക്രീസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് റൗണ്ട് ചെയ്ത് 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ള ലാസ്റ്റാണ്. 8 സിംഗിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ നമുക്ക് അടുത്ത റൗണ്ടിൽ കിടക്കാം. പിന്നെ അത് പുൾ ചെയ്യാൻ മറക്കണ്ട, പുൾ ചെയ്താലാണ് ഈ ഹോൾ ക്ലോസ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം റൗണ്ട് 2 ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ ഈ സ്റ്റിച്ചിലോട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഇൻക്രീസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരെണ്ണം കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സ്റ്റിച്ച് ഒരു ഹോളിൽ ചെയ്യുന്നതാണ് ഒരു ഇൻക്രീസ്. നിങ്ങൾ ഒരു ഇൻക്രീസ് ചെയ്തു. ഞാൻ അതിലത്തെ ആ ഫസ്റ്റ് സ്റ്റിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 ചെയ്തുള്ളൂ, അതിൽ ആദ്യത്തെ സിംഗിൾ സ്റ്റിച്ച് അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റിച്ച്. ഇപ്പോൾ റൗണ്ട് 2 നമ്മൾ 2 സ്റ്റിച്ച് ചെയ്തു. ഈ സെക്കൻഡ് സ്റ്റിച്ചിൽ വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ 1 2. അപ്പോൾ ഈ റൗണ്ട് ഇനി കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ റൗണ്ട് 2 നമ്മൾക്ക് ലാസ്റ്റ് എണ്ണുമ്പോൾ 16 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവണം. സെയിം ടുലിപ്പ് പോലെ തന്നെ. നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഈ സ്ട്രിങ് പുൾ ചെയ്തിട്ട് ഈ സെൻറ്ററിലത്തെ ഹോള് ക്ലോസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ നമുക്ക് 16 സ്റ്റിച്ചസ് ഉണ്ടോയെന്ന് എണ്ണാം. 16 സ്റ്റിച്ചസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം റൗണ്ട് 3 കിടക്കാം. അപ്പോൾ റൗണ്ട് 3 കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ സ്റ്റിച്ച് ഒരു സ്റ്റിച്ചിൽ ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്ത്
പിന്നെ റൗണ്ട് 3 തൊട്ട് 20 റൗണ്ട് വരെ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 20 റൗണ്ട് വരെ നമ്മൾ ഈ സെയിം 16 സ്റ്റിച്ച് കൊണ്ടുപോവുക. ഈ ഓരോ റൗണ്ട് തുടങ്ങേണ്ടതും എൻഡ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്കറിയാലോ. അതുപോലെ 20 റൗണ്ട് വരെ കൊണ്ടുപോവാം. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓരോ റൗണ്ട് കഴിയുമ്പോഴും 16 സ്റ്റിച്ചില്ലേന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് 3ാമത്തെ റൗണ്ടാണ്. അപ്പം 3ാമത്തെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രൊജക്റ്റ് മറിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മളുടെ ഉൾഭാഗം ഇതാണ്, പുറം ഭാഗമാണ് ഇത്. അപ്പം നമുക്ക് ആദ്യം 16 സിംഗിൾ ക്രോഷ്യ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് പോലും മിസ് ചെയ്യാണ്ട് ചെയ്യുക. നമ്മൾ ഓർണമെന്റിലോട്ട് നമ്മൾ 16 സ്റ്റിച്ചിൽ നിന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 8 9 10 12 13 14 15 16 സ്റ്റിച്ച് മാർക്കിലുള്ള സ്റ്റിച്ച് എണ്ണാൻ മറക്കരുത്. ഫ്ലിപ്പ് ചെയ്യണ കാര്യം മറക്കരുത്. ഫ്ലിപ്പ് ചെയ്യണമെന്ന് ഇനി നമ്മൾ ഇങ്ങനെ ഇപ്പോൾ 21 റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിങ്ങനെ ഇരിക്കും കാണാൻ. അപ്പോൾ നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇത് ഇൻസൈഡ് ഭാഗമാണ്, ഇത് ഔട്ട് സൈഡ്. അതുകൊണ്ടാണ് ആ എൻഡ്സ് ഒന്നും കാണാത്തത്. നമ്മൾ മിഡ് ഫ്ലിപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനി 21th റൗണ്ടിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെയിൻ 7 ചെയ്യാം. അപ്പോൾ 1 2 3 4 5 6 7 ചെയ്യാം. ഇനി 7 സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതാണ് ഇനി അടുത്ത് ചെയ്യേണ്ടത്. പിന്നെ ഈ സ്റ്റിച്ച് മാർക്കർ ഊരാം. ഇനി 7 കൗണ്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി 7 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ 1 2 3 4 5 6 7 ഇതാണ് 7th സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഒക്കെ ഇടാം. എന്നിട്ടൊരു സിംഗിൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 7th സ്റ്റിച്ചിലാണ് ഇപ്പോൾ ഞാൻ ഇത് ചെയ്യണത്. ഇപ്പോഴാ ഇനി ബാക്കി 9 സിംഗിൾ ക്രോഷ് ചെയ്യാം. അപ്പം 1 2 ഇങ്ങനെ 9 സിംഗിൾ ക്രോഷ് ചെയ്യാം. അപ്പോൾ ഈ സാധനം ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് വരും, കണ്ടില്ലേ. അങ്ങനെ നമ്മൾ 9 സിംഗിൾ ക്രോഷ് ചെയ്ത്. അപ്പോൾ അതാ നമ്മളിവിടെ ചുറ്റി ഇവിടെ വന്നു. ഇനി ഇതാണ് ഇപ്പം നമ്മൾ 21 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 22 റൗണ്ടിലോട്ട് കടക്കുമ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചുമ്മലാണ് ചെയ്യേണ്ടത്. നിങ്ങളെങ്ങനെയും ചെയ്യുക. ഇതാ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ് ചെയ്ത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളെ 22 റൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്.
ഇനി നമ്മൾ 25 റൗണ്ട് വരെ നോർമലായിട്ട് സിംഗിൾ ക്രോഷേ ചെയ്ത് പോവാം. ഇതിൻ്റെ മുകളിൽ കൂടെ അല്ലാണ്ട് സ്കിപ്പ് ചെയ്ത് കൊടുത്ത് ചെയ്യണ്ട. അപ്പോൾ ഇപ്പോൾ 16 സ്റ്റിച്ച് വീണ്ടും ഉണ്ടാവും നിങ്ങളിൽ. ചെയിൻസുമ്മ സിംഗിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് സാരെല്ലാം ജസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ടോട്ടൽ സ്റ്റിച്ച് നിങ്ങൾക്ക് 16 വേണം, അത് മനസ്സിലുണ്ടാവുക. ഇപ്പോൾ ചെയ്യുന്നത് 22th റൗണ്ടാണ്. ഇനി നമ്മൾ 25 റൗണ്ട് ആകുമ്പോൾ കാണാം. ലാസ്റ്റ് കണ്ടിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബായ്. നമ്മൾ 25th റൗണ്ട് കഴിഞ്ഞ് അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്റ്റിച്ച് മാർക്കർ ഊരണം. എന്നിട്ട് അവിടെ ആ ഒരു സ്റ്റിച്ചിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ നല്ലൊരു ലോങ് ടൈലിൽ തന്നെ യാൺ കട്ട് ചെയ്യുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്യൂ ചെയ്തിട്ടാണ് ആ ടുലിപ്പിൻ്റെ ഹെഡിനായിട്ട് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ലോങ് ഇത് തന്നെ വിടാം. ഞാനിപ്പോൾ ഒരു ലോങ് ഇത് വിട്ടിട്ടുണ്ട്. ഈ യാൺ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫാസ്റ്റൻ ഓഫ് ചെയ്യാം. നമ്മൾ ഫാസ്റ്റൻ ഓഫ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തുക. കണ്ട, ഇതാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന പൗച്ച്. ഇവിടെയാണ് ഓപ്പണിങ് വരുന്നത്. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. നമ്മളുടെ ടുലിപ്പിൻ്റെ ഹെഡ് ഇതാണ്. അപ്പോൾ ഇതിനായിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരിക. നമ്മളിവിടെയാണ് ഇത് ഫിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ സെക്കൻഡ് റൗണ്ടായിട്ട് ഇവിടെ ആയിട്ട് ഇതിനെ സ്റ്റിച്ച് ചെയ്യുക. കാരണം നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ 16 സ്റ്റിച്ച് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് വരുന്ന രീതിയിൽ സ്യൂ ചെയ്തെടുക്കുക. സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ സ്യൂ ചെയ്യുമ്പോൾ ഒന്ന് തെറ്റിപ്പോവാണ്ടിരിക്കാനാണ്. നമുക്ക് അങ്ങനെ ചെയ്യാം. എൻ്റെ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചിലപ്പോൾ പറ്റില്ല. ഓക്കെ, ഞാനപ്പം ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഇവിടെ സ്യൂ ചെയ്തെടുക്കാം. സ്യൂ ചെയ്തിട്ട് കാണാം. ഞാൻ ജസ്റ്റ് അങ്ങനെ ഇതാ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ആൺടയിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഹൈഡാക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു നോട്ട് ടൈ ചെയ്യാം.
ചെയ്യാം. ടുലിപ്പ് ലിപ്സ്റ്റിക് ഹോൾഡർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചിലപ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ കുറച്ച് ടൈറ്റ്നെസ് ഉണ്ടാവും, പക്ഷേ 2-3 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ അത് ശരിയാവും. ഇനി നമുക്ക് ഇതിന്മേ ഒരു കീ ചെയിൻ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. വീണ്ടും ഈ റെഡ് കളർ ഞാൻ എടുക്കുന്നത്, കാരണം നമ്മുടെ ടുലിപ്പിൻ്റെ കളർ റെഡ് ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇവിടെ ആയിട്ട് ആണ് ഞാൻ കീ ചെയിൻ അറ്റാച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. സോ ഈ കളർ തന്നെ ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ഒരു ലോങ് പീസ് ഇതുമൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇത്ര 3 പീസാണ് കട്ട് ചെയ്തെടുത്തുള്ളത്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഇതിനെക്കാട്ടിയും വലിയ പീസ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഡാർണിങ് നീഡിലെടുത്ത് ഇതിട്ട് കോർത്ത് കൊടുക്കുക. നമ്മൾ അടിയിൽ നിന്ന് വേണം ഇത് കയറ്റി കൊടുക്കാൻ. അടിയിൽ നിന്ന് നമുക്ക് വേണ്ട എവിടെയാണ് നമ്മളുടെ കീ ചെയിൻ വേണ്ടത് അവിടേക്ക് കയറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടേക്ക് കയറ്റി കൊടുത്തു. എന്നിട്ട് കുറച്ചൊരു ഭാഗം ഇവിടെ ലീവ് ചെയ്യാം. ഇനി നമുക്ക് കീ ചെയിൻ എടുത്തിട്ട് ഇതിലൂടെ ഇങ്ങനെ കോർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ ഈ സെയിം ഹോളിലോട്ട് വരാൻ നോക്കാം. അപ്പോൾ ആദ്യം കുറച്ചൊരു വീണ്ടും അതിൽ കൂടെ തന്നെ തിരിച്ചു പോവാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടാവില്ല, കാരണം നമ്മൾ റിട്ടേൺ പോകുന്നതുകൊണ്ട്. തുടങ്ങിയ ഹോളിക്ക് തന്നെ നമ്മൾ തിരിച്ചു വരാം. എന്നിട്ട് ആ 2 എൻഡും കൂടി ഒന്ന് കെട്ടുക, എന്നിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ആ 2 എൻഡും നമ്മളൊന്ന് കട്ട് ചെയ്യുക. ഇനി നമ്മളുടെ ഡാർണിങ് നീഡിൽ വെച്ച് ആ കെട്ട് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ നോക്കുക. ഇനിയിപ്പോൾ അങ്ങനെ അതിലേക്ക് ഹുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഉള്ളിൽ കൂടെ വലിക്കാവുന്നതാണ്. കംപ്ലീറ്റ്ലി അത് ഉള്ളിലേക്ക് പോയി. ഇപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് മനസ്സിലാവണേ ഇല്ല. അങ്ങനെ നമ്മുടെ ടുലിപ്പ് ലിപ്സ്റ്റിക് ഹോൾഡർ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഞാനുമായി ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബായ്.